മൻസൂർ ജോസഫ് സാറിൻ്റെ ഇത്തവണത്തെ ഇലക്ഷൻ്റെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രത്യേകിച്ച് UDFിൻ്റെ കേരളത്തിലെ മൊത്തത്തിലുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? കേരളമൊട്ടാകെ UDFിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം പ്രതിഫലിക്കുകയാണ്. ഇവിടെ 10 വർഷം ഭരണം നടത്തിയ ഇടതു മുന്നണിയുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുന്നത് അവർക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇടതു മുന്നണി ഭരണം ഒരു പരാജയമാണെന്നും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ദുർഭരണമാണെന്നും മുഴുവൻ ജനങ്ങളും ഒരുപോലെ വിലയിരുത്തുകയാണ്. അതുകൊണ്ട് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും പ്രതിഫലിക്കുന്ന വികാരം UDF അധികാരത്തിൽ വരണം, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഭരണം പിടിക്കണം. അത് ജനങ്ങളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് UDF ഇപ്രാവശ്യം അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. UDF അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയുന്നൊരു MLA കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ളത് ഈ പ്രാവശ്യത്തെ ആഗ്രഹമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ ഓണെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അബദ്ധത്തിൽ LDF ഒന്ന് ചോദിച്ചു പോയി. ഇപ്രാവശ്യം അവർ താഴെ ഇറങ്ങും, ജനങ്ങൾ താഴെ ഇറക്കും. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ UDFിനോട് ചേർന്ന് നിൽക്കുന്ന MLA കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിന്നും പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും പുതുപ്പള്ളിയിൽ നിന്നും ഒക്കെ ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഈ ചെമ്പ്ലാവ് പ്രദേശങ്ങളിലുള്ളത്. കടുത്തുരുത്തിയിൽ നിശ്ചയമായിട്ടും ഞങ്ങൾ ജയിച്ചു വരും എന്നുറച്ച വിശ്വാസം. മീഡിയകളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സാറ് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽപ്പെട്ട മെമ്പറോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നീ വീട്ടിൽ പോയി പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി പറയുന്ന പറയാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രതികരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വികാരം അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പറയുന്നത്, എന്നിട്ടൊരു ചോദ്യം ചോദിച്ചാൽ കേൾക്കാനുള്ള മാനസികാവസ്ഥ കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ആ ഭരണ സംവിധാനത്തെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഞാനിപ്പോൾ അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്. ഞങ്ങളൊക്കെ ഒരു മാന്യത പുലർത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ പറയാറുള്ളൂ, ഒരു വിമർശനപരമായി പറയാറില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ ആ വിഷയത്തിലേക്ക് ഒരു പ്രതികരണത്തിന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭരണം അവസാനിച്ച് ഇവരെല്ലാം വീട്ടിലേക്ക് ഇരിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് അറിയാതെ ഓർമ്മയിൽ വരുന്നതായിരിക്കും. അല്ലാതെ ജനങ്ങൾ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു രീതി അതാണെന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു പാവപ്പെട്ട DYFI പ്രവർത്തകൻ ഈ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ നടത്തിയ പോലെ ഉള്ള ജനസമ്പർക്ക പരിപാടിയിലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവരുടെ ഒരു പരിപാടി ചെന്നപ്പം ഒരു നിവേദനം കൊടുക്കാൻ പോയപ്പം അവിടുത്തെ പാർട്ടി DYFIയുടെയും SFIയുടെയും സഹാക്കള് എടുത്തിട്ട് ഇഞ്ചപ്പരുവത്തിൽ ഇടിച്ച് ചവിട്ടി കൂട്ടുന്നത് നമ്മൾ കണ്ടു. അവസാനമാണ് അവൻ SFI DYFI എന്താണെന്നാണ് ഇടി കൊള്ളുമ്പോൾ അവിടെ കിടന്ന് വിളിക്കുന്നത്. പാവപ്പെട്ട ഒരു പ്രവർത്തനം നിവേദനം കൊടുക്കാൻ പോയതിനാണ് ആ ഇടി മുഴുവൻ കൊണ്ടത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് എത്രയും നേരത്തെ, ഒരു നിമിഷം നേരത്തെ ഈ ദുർഭരണം ഇവിടെ അവസാനിക്കുക, ഒരു സൽഭരണം ഇവിടെ ഉണ്ടാവുക, UDF അധികാരത്തിൽ. 96 മുതൽ കടുത്തുരുത്തിയുടെ കൽബാണ്, ഹൃദയമാണ് സാർ. ഈ വർഷത്തെ വിജയം എങ്ങനെയാണ് കാണുന്നത്? ഭൂരിപക്ഷം എത്രത്തോളം പ്രതീക്ഷിക്കാം? ഈ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അടുത്തൊരു ലക്ഷ്യം എന്തെങ്കിലും ഇപ്പോൾ സാർ ഒന്ന് പറഞ്ഞു, എന്നാലും അതിൻ്റെ ഒരു മന്ത്രിയാവുന്നുള്ളത് ഉറപ്പാണ്, ഭൂരിപക്ഷം കിട്ടുന്ന ഉറപ്പാണ്. ആ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു കയ്യൊപ്പ് സാർ ഇവിടെ ചാർത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ? 100% ഉറപ്പാണല്ലോ. കാരണത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള 100% ഉറപ്പാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടക്കുന്ന മണ്ഡലങ്ങളുടെ കൂടെ കടുത്തുരുത്തിയും ഉണ്ടാവും. ആ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ കിടങ്ങൂർ പഞ്ചായത്ത് ഇങ്ങേയറ്റാണ്. ഇങ്ങേയറ്റത്ത് ഇങ്ങനെ കിടങ്ങൂർ പഞ്ചായത്തിനാണ് ഏറ്റവും വലിയ പരിഗണന എപ്പോഴും കൊടുത്തിട്ടുള്ളത്. അതിനി കൂടുതലായിട്ട് കൊടുക്കും. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് കിടങ്ങൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാവും. പിന്നെ മന്ത്രിസ്ഥാനമൊക്കെ തീരുമാനിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പാർട്ടി ചർച്ചയും പാർട്ടിയുടെ ചെയർമാൻ ശ്രീ P. ജോസഫ് സാർ തീരുമാനിക്കും. അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ നിന്ന ചരിത്രമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് വിടുന്നു. ഇവിടെ ജനങ്ങളുടെ പിന്തുണ മുൻകാലങ്ങളേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ, റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും എല്ലാം അതീതമായി വോട്ടർഷയിൽ വോട്ട് ചെയ്ത് ഒറ്റക്കെട്ടായി അനുഗ്രഹിക്കുന്ന ഉറച്ച ബുദ്ധിമുട്ട്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമ്മുടെ മുന്നണിയും സാറും വലിയ വിജയം നേട്ടം ആശംസിക്കുന്നു. താങ്ക് യു. മന്ത്രിയായിട്ട് കാണാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.